സമയം രാവിലെ 10 മണി. ഞാനിപ്പോൾ ബാങ്കോക്കിലാണുള്ളത്. ഇന്ന് രാജ്പുരി എന്ന പ്രൊവിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രൊവിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സംസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ. രാജ്പുരി ഏകദേശം 160 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സുവൻപുങ് എന്നൊരു ഹിൽ ഏരിയ ഉണ്ട്. അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. Speak Thai ได้ไหม พูดไทยได้นิดหน่อย นิดหน่อย ใช่ อินเดียไม่ได้เลย อันนี้หยอดให้ลูกกิน อันนี้ส่วนขากินหมดแล้วกะทิมันมีแค่นี้ ഏതൊരു യാത്രയും മധുരം കഴിച്ചിട്ട് തുടങ്ങണം എന്നാണ്. അപ്പോൾ ഈ യാത്ര അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതി. എൻ്റെ സുഹൃത്ത് അവരുടെ മകളുടെ സ്വിമ്മിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഗോപ്രോ ക്യാമറ കൊണ്ടുപോയി. അത് കാരണം ഇന്ന് ഞാനൊരു പഴയ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ സുവൻപുങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയത് ഇവിടുത്തെ വെതറിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വെറ്റേഴ്സ് ഒന്നും എടുത്തില്ല. അതൊരു ഭയങ്കര അബദ്ധമായി തോന്നുന്നു. ഈ സൈറ്റിൻ്റെ പേര് മാ ക്യാമ്പിംഗ് എന്നാണ്. മാ ക്യാമ്പ് ഇവിടെയാണുള്ളത്. ഇവിടെ നല്ലൊരു റിവറും നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞാനിന്നിവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ടെൻറ്റ്. അദ്ദേഹം എനിക്ക് വേണ്ടി ടെൻറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചു തന്നു. അവിടെയാണ് ഇന്ന് ഞാൻ താമസിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് എൻ്റെ ഈ ടെൻറ്റ് നിൽക്കുന്നത് ഇവിടെ ഒരു 1 2 3 4 തൂണുകളിലാണ് നിൽക്കുന്നത്. ഈ 4 തൂണുകളിലാണ് എൻ്റെ ടെൻറ്റ് നിൽക്കുന്നത്. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പ്ലാൻ ചെയ്തതല്ല. ഈ ഒരു ക്യാമ്പിങ് പ്ലാൻ ചെയ്തതല്ല. ഞാൻ ഇവിടെ രാജ്പുരിയിൽ വരിക, വൈകിട്ട് തിരിച്ചു പോവുക, അതായിരുന്നു എൻ്റെ പ്ലാന്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നുമില്ല. വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സോ ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളോ ഒന്നുമില്ല. ഞാനപ്പോൾ ഇവിടെ താമസമാക്കിയിട്ടുണ്ട്. ഇത് കാണാം. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെയാണ് ഇന്ന് ഞാൻ താമസിക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ചിക്കന്, എഗ്, ഇത് ഫിഷ് സോസാണ്. തായ്ലൻഡിൽ സാൾട്ടിന് പകരം എപ്പോഴും ഫിഷ് സോസാണ് ഉപയോഗിക്കുക. ഇത് ഫിഷ് സോസാണ്. പിന്നെ ഇത് കപ്പാവക്കായി എന്ന് പറയാം. അതായത് ചിക്കന്, തുളസി, പിന്നെ ഓയിലും കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ലഞ്ച്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി. അപ്പോൾ ഇത് കഴിച്ചിട്ടാവും ബാക്കി. രാത്രിയുടെ ഭംഗി. അവിടെ ഒരു ടെൻ്റ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ട് വലിയ ഫണ്ണൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ ഫാമിലി ആയിട്ട് വന്നവരാണ് അധികവും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പോയി ഭക്ഷണം എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അവിടെയൊക്കെ ക്യാമ്പുകളുണ്ട്. കപ്പാവ് തലേข้าวทะเลรอสักครู่นะคะข้าวคงจะเสียอย่าไปส่ง. ഓക്കെ. ഇവിടെയാണ് ഫുഡ് ഓർഡർ ചെയ്ത്. അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ റൈസ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. റൈസ് കുക്ക് ചെയ്ത് ഞാൻ ലേസിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു വെറുതെ ഇരുന്ന് കഴിക്കാൻ. ഫ്രണ്ട്സിൻ്റെ കൂടെ ക്യാമ്പ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഫണ്ണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു കിടന്നിരുന്നത്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് മഴ കൂടി. അപ്പോഴോ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിട്ടത്.
മഴ ഉള്ളിലേക്ക് വരാതിരിക്കാനായിരിക്കും. പക്ഷെ ഉള്ളിലേക്ക് വെള്ളമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇവിടെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിയത്. അടിപൊളി കാലാവസ്ഥയായിരുന്നു. അധികം തണുപ്പില്ല, ചെറിയൊരു ബ്രീസും ഒക്കെ ഉണ്ടായിട്ട് ഓവർ തണുപ്പില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. ഇതായിരുന്നു മഴ. ഒരു ചെറിയ മഴയുള്ളായിരുന്നു, അങ്ങനെ വലിയതായിട്ട് മഴയൊന്നുമില്ലായിരുന്നു. സീറ്റൊക്കെ നനഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പ്. അതാണ് അടുക്കള. ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്, കുറച്ച് സാധനങ്ങൾ, സ്നാക്സ്, കൊക്കക്കോള, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്നു. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ടീ അല്ല, ആക്ച്വലി ഇത് ബൂസ്റ്റ് പോലൊരു സംഭവമാണ്, ഓവൻ ടീ എന്ന് പറയും. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. നല്ല കാലാവസ്ഥയാണ്, തീരെ ചൂടില്ല, ഭയങ്കര തണുപ്പാണ്. ഒരു വിൻ്ററിൻ്റെ എഫക്റ്റ് വന്ന് തുടങ്ങിയിരിക്കുന്നു.เท่าไหร่ครับ20 บาทแบงค์100ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, പക്ഷെ ഇത്ര അടുത്തൊക്കെ പോയി നിന്ന് കാണാം. ഞാൻ ഹൈക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്, പക്ഷെ പാറ ഭയങ്കര സ്ലിപ്പറിയാണ്. ഇത് രണ്ടാമത്തെ, അവിടെ ഒന്നാമത്തെ ഇത് 2, ഇനി മുകളിലേക്കുണ്ട്. ഇവിടെ ഒരു റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഭക്ഷണമൊന്നും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഈ റോഡ് വഴി ബൈക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഫണ്ണായിരിക്കും. ഇതുവഴിയൊക്കെ ബൈക്കിൽ വരുന്നു കഴിഞ്ഞാൽ നല്ല ഫണ്ണായിരിക്കും. ബട്ട് ബൈക്ക് അലൗഡ് അല്ല. ഇനി ഒരുപാട് ദൂരം മുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പം തന്നെ ക്ഷീണിച്ചു. ഞാൻ ചൂടുള്ള സമയത്ത് യാത്ര പോകുമ്പോൾ എപ്പോഴും കഴിക്കുന്നൊരു ഡ്രിങ്കാണിത്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിരിക്കാം. ഇത് ഇലക്ട്രോലൈറ്റ് ഡ്രിങ്കാണ്. പക്ഷേ ഇന്നിപ്പോൾ ചൂടില്ല,
ഇലക്ട്രോലൈറ്റിന്റെ ആവശ്യമുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇതാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ട് മുകളിലോട്ടും ഉണ്ട് ഒരുപാട്. പോയി നോക്കാം കുറച്ചും കൂടി ദൂരം. ഇത് കണ്ടോ, ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഇത്ര ഉയരത്തിൽ ഇവിടെ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. അത്രയും കെയറാണ് അവര്. നേച്ചർ ഇവിടെ വേസ്റ്റ് ഇടാതിരിക്കാന്. ഇവിടെയൊന്നും ഒരു വേസ്റ്റും കാണാൻ പോലും ഇല്ല. വളരെ ക്ലീനാണ്. മാത്രമല്ല അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റീസ് ഉണ്ട്. അവിടെ രണ്ടാളുകൾ മീൻ പിടിക്കുന്നു. മുകളിലേക്ക് പോയിരുന്നവരൊക്കെ തിരിച്ച് താഴേക്ക് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. മുകളിൽ അവിടെ 2 ഗാർഡ്സ് ഉണ്ട്. മൂന്നാമത്തെ ഫാളിൻ്റെ അവിടെ 2 ഗാർഡ്സ് ഉണ്ട്. അതിന് മുകളിലേക്ക് 9 ഫാൾസ് ഉണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. 3 വരെ പോയിട്ടുള്ളൂ. ഇതുവഴി താഴേക്ക് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ അതുവഴി പോവാം. നമുക്ക് ഇതുവഴിയാണ് ബെസ്റ്റ്. കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലെത്തും. ഒരു വലിയ ടീം അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. അവരെ മുമ്പിൽ വെച്ച് ഞാൻ സ്ലിപ്പായി എൻ്റെ ഗോപ്രോ താഴ്ഭാഗമൊക്കെ. ഇതിപ്പോൾ ഇനി വാട്ടർ പ്രൂഫ് ആവില്ല എന്തായാലും. പക്ഷെ സംഭവം വർക്കിംഗ് ആയിരിക്കും. ഓഫ് കോഴ്സ് വർക്കിംഗ് ആണ്. പക്ഷേ താഴ്ഭാഗത്തൊക്കെ കുറച്ച് ഡെൻസും കാര്യങ്ങളൊക്കെ വന്നു പോയി. പക്ഷേ സ്റ്റിൽ ഇത് ഇനി ഒരുപാട് കാലം ഉപയോഗിക്കാം. ഞാനിവിടുന്ന് വാഴപ്പഴം പൊരിച്ചത് കുറച്ച് മേടിച്ചു. ഞാനിവിടെ ഒരു മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു നേച്ചുറൽ ലുക്കുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ കോഫി ഷോപ്പൊക്കെ കണ്ട, മുള കൊണ്ടുണ്ടാക്കിയ കോഫി ഷോപ്പ്. നല്ല ഭംഗിയുള്ളൊരു കോഫി ഷോപ്പ്. ഇവിടെ ഒരു കുട്ടി ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നു. നല്ല ഭംഗിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ മരങ്ങൾ കാരണം ഒരു ഇരുട്ട് കൂടിയ രാത്രിയായ ഒരു ഫീലാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. നല്ല വെയിലുണ്ടാവേണ്ട സമയമാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. പല ടൈപ്പ് പ്രോഡക്ട്സുകൾ വെക്കുന്ന ഐസ്ക്രീം മുതൽ എല്ലാം ഉണ്ട്. ഭയങ്കര തണുപ്പാണ്, പക്ഷെ ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ട്. ഐസ്ക്രീം, ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്നാക്സ്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. ഇവിടെയൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ വെക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പുഴയാണ്.
ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. പക്ഷെ എന്ത് കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ല. നോക്കാം നമുക്ക്. ഇവിടെ എന്തെല്ലാമൊക്കെയോ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇത് കോണ് ബാർബിക്യൂ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കുറെ ഡോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇവിടെ ഞാൻ വരുമ്പോ കഴിച്ചിരുന്നു. കനോം ക്രോക്ക് വെക്കുന്നുണ്ട് ഇവിടെ. നോട്ടെ, എനിക്ക് കഴിക്കാൻ പറ്റിയ എന്താണുള്ളതെന്ന് പറഞ്ഞൂടെ. ഒരു റൗണ്ടും കൂടി നടന്നു വരാം. മധുരമില്ലാത്ത എന്തെങ്കിലും കഴിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇത് കണ്ടിട്ട് മധുരമില്ലാന്ന് തോന്നുന്നു, പക്ഷെ എന്താണെന്ന് അറിയില്ല.อันนี้อะไรครับ ขนมบ้าบินค่ะลองจ้า ไม่ใช่หมูใช่ไหม ไม่ใช่หมู ขนม ค่ะ ขนม เป็นขนม หวาน ค่ะ หวานไหมหวานไหม หวานนิดหน่อยค่ะ เท่าไหร่ครับ 25 บาทจ้าแล้ววัน2,800 25 บาทค่ะ ขอบคุณครับ ขอบคุณนะคะไม่เกินมือหรือว่าจะทอนเกิน ഇത് കോക്കനട്ടാണ് ഇത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല ചൂടുണ്ട്. ഇത് കോക്കനട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു കപ്പയുടെ പൊടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചൂയി ടേസ്റ്റാണ്. ഭയങ്കര കോടമഞ്ഞാണ് എങ്ങും. അപ്പുറത്തെ സൈഡൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ സൈഡൊക്കെ നന്നായിട്ട് വിസിബിൾ ആയിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 4 മണിയാണ്. ഈ സമയത്തും കോടമഞ്ഞാണ് ഇവിടെ. പക്ഷെ ഇന്നലെ നേരെ ഓപ്പോസിറ്റ് വെതർ ആയിരുന്നു. ഇന്നലെ അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഗ്യാങ് വന്നിട്ടുണ്ട്. അവരുടെ മോട്ടോർ സൈക്കിൾ ഭയങ്കര സ്പീഡായിരിക്കും. അത്ര വലിയ സി സി ഒന്നും ഉണ്ടാവില്ല. 150 cc 100 cc ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര സ്പീഡായിരിക്കാം. എൻജിനൊക്കെ മാറ്റി ചെയ്തതാണ്. എൻജിൻ മാത്രമല്ല, ചേസും കംപ്ലീറ്റ് മാറ്റിയതാണ്. അതിന് നമ്പർ ബോർഡൊന്നും ഇല്ല പല വണ്ടികൾക്കും. ആ റോട്ടിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡാമുണ്ട്. പക്ഷെ അങ്ങോട്ട് എൻട്രി ഇല്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു ഞാൻ വന്ന് കുറച്ച് നേരം നിന്ന് ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോയതാണ്. അങ്ങനെ വലിയൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 ഡേ ട്രിപ്പായിട്ടാണ് ഈ ഒരു യാത്ര ഉദ്ദേശിച്ചിരുന്നത്. അത് പക്ഷേ ആ ഒരു ക്യാമ്പ് കണ്ടപ്പോൾ അത് 2 ഡേ ട്രിപ്പാക്കി മാറ്റി. അങ്ങനെ വലിയൊരു ട്രിപ്പാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ്. അത്രയും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവമാണ്. ഭയങ്കര തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അത്രയും തണുപ്പാണ്, നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെനിക്ക് പുതിയ നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഞാനിനി 1 മണിക്കൂർ കൊണ്ട് റൈഡ് ചെയ്ത് ബാങ്കോക്കിൽ എൻ്റെ വീട്ടിലെത്തും. ഏകദേശം കഷ്ടിച്ച് 1 മണിക്കൂർ എടുക്കും.